നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാനിവിടുത്തെ ഒരു ക്രിസ്ത്യൻ സഭയിലെ 2 ആൾക്കാരായിട്ട് ഒരു ചെറിയൊരു സംവാദമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പേര് കാർത്തിക് ശിവകുമാർ എന്നാണ്, ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നവനാണ്, ബൈബിൾ അറിയാവുന്നവനാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒരു സംസാരിക്കാൻ വന്നില്ലെങ്കിലോ അപ്പോൾ ആ തന്ത്രമൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവർ നാളെ ഉച്ചയ്ക്ക് വരും. ഇവിടുത്തെ 2 മണി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സമ്മർ ടൈം ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ 5:30 മണി വൈകുന്നേരം ആ സമയത്തായിരിക്കും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ലൈവ് പോകുന്നതായിരിക്കും, ലൈവ് വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് സ്ത്രീകളാണെന്ന് തോന്നുന്നു, പെൺകുട്ടികളാണ് വരുന്നത്. അപ്പോൾ അവരുടെ മുഖമൊന്നും കാണിക്കാൻ എനിക്ക് പറ്റില്ല, ഓക്കെ? അല്ലെങ്കിലും അത് കാണിക്കാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ അവരോട് ചോദിക്കണം, ഇത് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിക്കണം. അങ്ങനെ അവർ ഓക്കെ പറയണമെങ്കിൽ. പക്ഷെ അവരൊരിക്കലും ഓക്കെ പറയൂല, അവർ ചോദിക്കാൻ പോലും പറ്റില്ല. ചോദിച്ചു ഓക്കെ പറയേണ്ട അവർ പോയി കഴിഞ്ഞാൽ സംവാദമേ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചോദിക്കണില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളാളുടെ മുഖം കാണേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ, കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ന്യൂട്ടൻ്റെ ഈ ഗ്രാവിറ്റേഷൻ ലോ അതൊക്കെ പഠിക്കുന്നു നമ്മൾ. പിന്നെ എഡിസനാണ്, അദ്ദേഹം കണ്ടുപിടിച്ച, തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കുന്നു. പക്ഷെ അവരുടെ മുഖം എങ്ങനെയാണെന്ന് നമുക്കറിയാമോ? ന്യൂട്ടൻ്റെ മുഖം എങ്ങനെയായിരുന്നെന്ന് നമുക്കറിയാമോ? നമുക്കറിയത്തില്ലല്ലോ, അല്ലേ? പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. അവ പറയുന്നതാണ് പ്രധാനം. ഒരാളുടെ മുഖം എങ്ങനെയാണ് ഇരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല. അയാളുടെ മുഖം എങ്ങനെ ഇരുന്നാലും അയാളുടെ വാക്കുകൾ അയാളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. മുഖം എന്ന് പറഞ്ഞാൽ വെറും തൊലിയല്ലേ. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അയാളുടെ ക്യാരക്ടർ, അയാളുടെ അറിവ് ഒക്കെ പുറത്തു വരുന്നത് അപ്പോഴാണ്. ഞാൻ ഒന്നുകൂടി പറയാനാണ്, നാളെ ഉച്ചയ്ക്ക് സ്വിസ് സമയം 2 മണിക്ക് ഞാൻ ഇവരുമായിട്ട് ചർച്ചയുണ്ടാവും, സംവാദം ഉണ്ടാവും. അപ്പോൾ അത് ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ഫോണിങ്ങനെ താഴ്ത്തി പിടിക്കത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അവർ കാണും ഫോൺ ഞാൻ റെക്കോർഡ് ചെയ്യണത്. അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അപ്പം തന്നെ നിർത്തിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ സംഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ആളുകളെ കാണാൻ പറ്റത്തില്ല, ഓക്കെ? അത് ദയവ് ചെയ്ത് അത് എന്താ പറയുക, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഓക്കെ? നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.